നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക കൃത്യമായി നികുതി അടയ്ക്കുക എന്നത് ഓരോ പൗരന്റെയും പ്രധാനപ്പെട്ട കടമകളാണ്. എന്നാൽ പലർക്കും ഇൻകം ടാക്സ് അഥവാ വരുമാന നികുതി എങ്ങനെയാണ് അടയ്ക്കേണ്ടത്, ആരൊക്കെയാണ് അടയ്ക്കേണ്ടത്, ഏതൊക്കെ വെബ്സൈറ്റുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടാകാറില്ല. നികുതി അടയ്ക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ സങ്കീർണമായ പ്രക്രിയയാണെന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ പുതിയ 2026 സാമ്പത്തിക വർഷത്തെ നിയമങ്ങൾ പ്രകാരം നമുക്ക് വളരെ ലളിതമായി വീട്ടിലിരുന്ന് തന്നെ സ്വന്തം ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ നികുതി അടയ്ക്കാനും റിട്ടേൺ സമർപ്പിക്കാനും സാധിക്കും. ഇതേക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഘട്ടങ്ങളായി തന്നെ ഈ വീഡിയോയിലൂടെ പറയാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് നികുതി അടയ്ക്കേണ്ടത് എന്നാണ്. ഇന്ത്യയിലെ നികുതി നിയമങ്ങൾ പ്രകാരം നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു നിശ്ചിത പരിധിയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി നികുതി അടയ്ക്കേണ്ടതുണ്ട്. നിലവിൽ 2 തരം നികുതി വ്യവസ്ഥകൾ രാജ്യത്തുണ്ട്: പുതിയ നികുതി വ്യവസ്ഥയും പഴയ നികുതി വ്യവസ്ഥയും. ഇതിൽ പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം 7 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള വ്യക്തികൾക്ക് നികുതി ഇളവുകൾ ലഭ്യമാണ്. അതായത് റിബേറ്റ് ലഭിക്കുന്നത് കൊണ്ട് ഈ പരിധിയിലുള്ളവർക്ക് നികുതി ബാധ്യത വരുന്നില്ല. എന്നാൽ ഇതിൽ കൂടുതൽ വരുമാനമുള്ളവർ തങ്ങളുടെ സ്ലാബ് അനുസരിച്ച് കൃത്യമായി നികുതി കണക്കാക്കി അടയ്ക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നികുതി അടയ്ക്കുന്നതിനുള്ള ആദ്യത്തെ ഘട്ടം എന്താണെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻകം ടാക്സ് വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലാണ്. ഇതിന്റെ വെബ്സൈറ്റ് വിലാസം ഇ ഫയലിംഗ് പോർട്ടൽ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും ഉപയോഗിച്ച് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വഴി ഈ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ പിന്നീട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും ലോഗിൻ ചെയ്യാം. രണ്ടാമത്തെ പ്രധാന ഘട്ടം നിങ്ങളുടെ വരുമാനം കൃത്യമായി കണക്കാക്കുക എന്നതാണ്. നിങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ഫോം 16 ലഭിക്കും. ഇതിൽ നിങ്ങളുടെ ആകെ ശമ്പളം, പിടിച്ചെടുത്ത നികുതി അഥവാ TDS, നിങ്ങൾക്ക് ലഭിച്ച ഇളവുകൾ എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇനി നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ സ്വന്തമായി ജോലി ചെയ്യുന്ന ആളോ ആണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ആകെ തുകയുടെയും അതിനുണ്ടായ ചെലവുകളുടെയും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ലഭിച്ച പലിശ വരുമാനവും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനവും ഇതിൽ ചേർക്കണം. ഇവിടെ പലരും വരുത്തുന്ന ചില തെറ്റുകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പലരും വിചാരിക്കുന്നത് ശമ്പളത്തിൽ നിന്ന് കമ്പനി TDS പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പ്രത്യേക നികുതി അടയ്ക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റായ ധാരണയാണ്. TDS എന്നത് മുൻകൂറായി അടയ്ക്കുന്ന ഒരു നികുതി മാത്രമാണ്. നിങ്ങളുടെ ആകെ വരുമാനത്തിന് മേൽ വരുന്ന യഥാർത്ഥ നികുതി എത്രയെന്ന് കണക്കാക്കി അത് TDS തുകയേക്കാൾ കൂടുതലാണെങ്കിൽ ബാക്കി വരുന്ന തുക നിങ്ങൾ ടാക്സ് ചലാൻ വഴി സ്വയം അടയ്ക്കേണ്ടതുണ്ട്. ഇതിനെയാണ് സെൽഫ് അസസ്മെന്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടം, ഈ ബാക്കി വരുന്ന നികുതി തുക എങ്ങനെ വെബ്സൈറ്റ് വഴി അടയ്ക്കാമെന്നാണ്. ഇൻകം ടാക്സ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത ശേഷം ഇ-പേ ടാക്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നൽകുക. അതിനുശേഷം ഏത് സാമ്പത്തിക വർഷത്തെ നികുതിയാണോ അടയ്ക്കുന്നത് ആ വർഷം കൃത്യമായി തിരഞ്ഞെടുക്കണം. ഇതിനെ അസസ്മെന്റ് ഇയർ എന്നാണ് പറയുക. ഇത് തെറ്റിപ്പോകരുത്. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള നികുതി തുക, പലിശയുണ്ടെങ്കിൽ അത്, മറ്റു ചാർജുകൾ എന്നിവ കൃത്യമായി കോളങ്ങളിൽ രേഖപ്പെടുത്തണം. ഇത് പൂർത്തിയായാൽ പണം അടയ്ക്കാനുള്ള പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്, RTGS അല്ലെങ്കിൽ UPI വഴി പോലും വളരെ എളുപ്പത്തിൽ പണം അടയ്ക്കാൻ സാധിക്കും. പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചലാൻ രസീത് ലഭിക്കും. ഇതിലൊരു BSR കോഡ്, ചലാൻ തീയതി, ചലാൻ നമ്പർ എന്നിവയുണ്ടാകും. ഈ രസീത് ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സുരക്ഷിതമായി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടമാണ് ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ITR ഫയൽ ചെയ്യുക എന്നത്. നികുതി അടച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ കടമ അവസാനിക്കുന്നില്ല. നമ്മൾ എത്ര വരുമാനം ഉണ്ടാക്കി, അതിനെത്ര നികുതി അടച്ചു എന്ന് സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുന്ന പ്രക്രിയയാണ് ITR ഫയലിംഗ്. ഇതിനായി നിങ്ങളുടെ വരുമാനത്തിന്റെ സ്വഭാവം അനുസരിച്ച് ITR 1, ITR 2, ITR 3, ITR 4 എന്നിങ്ങനെ വിവിധ ഫോമുകൾ ലഭ്യമാണ്. സാധാരണ ശമ്പള വരുമാനക്കാർക്ക് ITR 1 ഫോം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ റിട്ടേൺ സമർപ്പിക്കാം. ITR ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോം 26 AIS അഥവാ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നിവയുമായി നിങ്ങളുടെ കണക്കുകൾ ഒത്തുനോക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും പാൻ കാർഡ് വഴിയും നടന്ന എല്ലാ വലിയ സാമ്പത്തിക ഇടപാടുകളും ഈ സ്റ്റേറ്റ്മെന്റുകളിൽ കാണാൻ സാധിക്കും. ഇതിൽ കാണിച്ചിരിക്കുന്ന വിവരങ്ങളും നിങ്ങൾ നൽകുന്ന വിവരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇൻകം ടാക്സ് വകുപ്പിൽ നിന്ന് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യാതൊരു വിവരവും മറച്ചുവെക്കാതെ കൃത്യമായ കണക്കുകൾ മാത്രം നൽകുക. ഇനി നികുതി ഇളവുകൾ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ പഴയ നികുതി വ്യവസ്ഥയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഹെൽത്ത് ഇൻഷുറൻസ്, കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, ഭവന വായ്പയുടെ പലിശയും മുതലും PPF നിക്ഷേപങ്ങൾ എന്നിവ വഴി വലിയ തോതിൽ നികുതി ലാഭിക്കാൻ സാധിക്കും. സെക്ഷൻ 80C, 80D എന്നിവ പ്രകാരമാണ് ഈ ഇളവുകൾ ലഭിക്കുന്നത്. എന്നാൽ പുതിയ നികുതി വ്യവസ്ഥയിൽ ഇത്തരം നിക്ഷേപ ഇളവുകൾ ഭൂരിഭാഗവും ലഭ്യമല്ല എന്ന കാര്യം ഓർക്കണം. പക്ഷേ പുതിയ വ്യവസ്ഥയിൽ നികുതി നിരക്കുകൾ വളരെ കുറവാണ്. ഇവിടെ ഒരു പ്രധാന സുരക്ഷാ മുന്നറിയിപ്പും കൂടിയുണ്ട്. നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന വ്യാജ ലിങ്കുകളിലോ വ്യാജ ആപ്പുകളിലോ ക്ലിക്ക് ചെയ്യരുത്. ഇൻകം ടാക്സ് വകുപ്പ് ഒരിക്കലും നിങ്ങളുടെ ഫോണിലൂടെയോ മെസ്സേജ് വഴിയോ OTPയോ പാസ്വേഡോ ചോദിക്കാറില്ല. നികുതി അടയ്ക്കാനും റീഫണ്ട് തുക പരിശോധിക്കാനും എപ്പോഴും ഇൻകം ടാക്സ് വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടൽ മാത്രം ഉപയോഗിക്കുക.
സാധാരണക്കാരായ ആളുകൾക്ക് സ്വന്തമായി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു അംഗീകൃത ടാക്സ് പ്രാക്ടീഷണറെ സമീപിച്ച് സഹായം തേടാവുന്നതാണ്. ഓരോ വർഷവും ജൂലൈ 31 സാധാരണയായി പിഴയില്ലാതെ ITR ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി. ഈ നീതിക്ക് മുൻപായി തന്നെ നിങ്ങളുടെ നികുതി അടച്ച് റിട്ടേൺ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വൈകും തോറും വലിയ തുക പിഴയായി നൽകേണ്ടി വരും. ചുരുക്കത്തിൽ നികുതി കൃത്യമായി അടയ്ക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും ക്രെഡിറ്റ് സ്കോർ ഉയർത്തുന്നതിനും ഭവന വായ്പകൾ എളുപ്പത്തിൽ ലഭിക്കുന്നതിനും സഹായിക്കും. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല പൗരനായി മുന്നോട്ട് പോവുക. പുതിയ സാമ്പത്തിക നിയമങ്ങളിലും തീയതികളിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ അറിയിപ്പുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്.